കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെക്കാലമായി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച മലയാളികളുടെ പ്രിയ ഗായകൻ ഉണ്ണിമേനോൻ റിയാദിൽ മാധ്യമപ്രവർത്തകരുമായി സംവദിച്ചു. ഞാൻ പാട്ടന്വേഷിച്ച് പോകാറില്ല. എൻ്റെ ശബ്ദത്തിന് പറ്റുന്ന പാട്ട് എന്നെ അന്വേഷിച്ച് വരികയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അന്നു മുതൽ ഇന്ന് വരെയും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇടവേളകൾ മനഃപൂർവ്വമല്ല. ഓരോ ഇടവേളയിലും നല്ല പാട്ടുകൾ പാടാൻ തനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ പാടിയാൽ നന്നാകും എന്ന് കരുതി സംഗീത സംവിധായകർ നൽകുന്ന പാട്ടുകളാണ് ഞാൻ പാടിയിട്ടുള്ള ഒട്ടുമിക്ക പാട്ടുകളും. പാട്ടുകളുടെ റോയൽറ്റി സംബന്ധിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു. താൻ അതിനെ അനുകൂലിക്കുന്നു. പക്ഷേ ഒരു പാട്ട് ജനിക്കണമെങ്കിൽ അതിന് പിന്നിൽ നിരവധി ആളുകളുടെ പ്രയത്നമുണ്ട്. അവരെയെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കണം തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. നിരവധി സിനിമകൾക്ക് ട്രാക്ക് പാടിയാണ് തൻ്റെ തുടക്കം. അത്തരം പാട്ടുകളിൽ നിരവധി പാട്ടുകൾ ഹിറ്റായിട്ടുണ്ട്. ഹിറ്റായ പല പാട്ടുകളും പിന്നീട് തൻ്റെ പേരിൽ തന്നെ ക്രെഡിറ്റായിട്ടുണ്ട്. തനിക്ക് ലഭിക്കേണ്ട പല അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട്. അതിലൊന്നും തനിക്ക് പരാതിയില്ല. പുതിയ കാലഘട്ടത്തിൽ റിയാലിറ്റി ഷോയിലൂടെ നിരവധി മിടുക്കരായ ഗായകർ ഉയർന്നു വരുന്നുണ്ട്. പലരും പിന്നീട് സിനിമാ പിന്നണി ഗായകരുടെ പട്ടികയിലേക്ക് ഇടം പിടിക്കുന്നത് സന്തോഷകരമായ കാര്യമാണ്. പലരും റിയാലിറ്റി ഷോകളുടെ വിധികർത്താവായി വിളിക്കാറുണ്ടെങ്കിലും തനിക്കത് ഒരുപാട് നേരം ചെന്നിരിക്കുന്നതിനോട് താല്പര്യമില്ലാത്തതിനാൽ പോകാറില്ല. വല്ലപ്പോഴും പോകുന്നതിലാണ് താല്പര്യമെന്നും തൻ്റെ മകൻ ആകാശ് അഭിനയിച്ച ഹിന്ദി സിനിമ ഉടൻ പുറത്തിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡിസ്റ്റൈൻഡ് അല്ല ആ പാട്ട്. ഇപ്പൊ നമുക്ക് ട്രാക്ക് പാടാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് ഞാൻ മറ്റേതിനു വേണ്ടി ആഗ്രഹിക്കാറില്ല. അത് ട്രാക്ക് പാടുമ്പോൾ അതിനെപ്പറ്റി മറക്കുന്നു. പക്ഷേ ലക്കിലി ഞാൻ പാടിയ പല ട്രാക്സും എൻ്റെ പേരിൽ തന്നെ ക്രെഡിറ്റഡ് ആയിട്ട്. അതിൽ മെയിനായിട്ടുള്ളത് ആ കടത്തിലെ ഞാൻ 3 പാട്ടുകൾ പാടിയിരുന്നു 81-ല്. 3 പാട്ടും ദാസേട്ടിന് വേണ്ടി ട്രാക്ക് പാടിയതാണ്. 3 പാട്ടും എൻ്റെ ക്രെഡിറ്റിലാണ് വന്നത്. അതേമാതിരി തന്നെയാണ് തൊഴുതുമടങ്ങും സന്ധ്യമേതു. ആ പാട്ട് ഞാൻ ദാസേട്ടിന് വേണ്ടി ട്രാക്ക് പാടിയതാണ്. അതിലത്തെ 2 പാട്ടും ഞാൻ പാടിയിരുന്നു. മൂടൽ മഞ്ഞിൻ മൂവന്തി എന്തായിരുന്നു, ഒരു മഞ്ഞു തുള്ളിയിൽ നീലവാനം, അതും തൊഴുതുമടങ്ങുമാണ് പാടിയത്. 2 പാട്ടും അതിൽ തൊഴുതുമടങ്ങും എൻ്റെ പേരിൽ തന്നെ ക്രെഡിറ്റഡ് ആയി. അങ്ങനെ ട്രാക്ക് പാടിയ പല പാട്ടുകളും എൻ്റെ പേരിൽ തന്നെ വന്നിരുന്നു. അത് കാരണം ഞാൻ അതിനെപ്പറ്റി ബോധേഡായിരുന്നില്ല. വന്നാൽ വരട്ടെ. അങ്ങനെ മാറ്റിയിട്ടില്ല അതുവരെ. നിറക്കൂട്ടിലൊരു പാട്ട് ആക്ച്വലി അല്ലേ മറ്റേ പൂമാനമേ എന്നുള്ള പാട്ട് ആദ്യം പാടുന്നത് ഞാനാണ്. അത് ട്രാക്ക് എടുത്തതാണ്. പൂമാനമേ ഒരു പൊൻ വിമാനം താ എന്നാണ് പൂവച്ചൽ ഖാദർ എഴുതി വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അത് റീമിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറിക്സ് മാറ്റാൻ വേണ്ടി ശ്യാം സാർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ US ടൂറിലായിരുന്നു. 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോഴേക്കും അത് വേറെ 3 സിംഗേഴ്സ് പാടി കഴിഞ്ഞു. ഒന്ന് ചിത്ര, ഒന്ന് വേണു, ഒന്ന് മാർക്കോസ്. അപ്പോൾ അതൊക്കെ സംഭവിക്കും. സിനിമ ഫീൽഡ് അതൊക്കെ വളരെ സാധാരണമാണ്. നമ്മൾ ആ സമയത്ത് അതിനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കാറില്ല. കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പല പരിഭവങ്ങൾ വരും. പരിഭവങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല എന്നർത്ഥം. നേടിയെടുക്കേണ്ട പലതും ഞാൻ നേടിയെടുത്തിട്ടില്ല. അങ്ങനെ വളരെ അഗ്രസീവായിട്ട് ഇൻഡസ്ട്രിയിലെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ പിന്നാലെ നടന്ന് കിട്ടേണ്ട പാട്ടുകളാണ് ഞാൻ ലൂസ് ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ കുറ്റമല്ല. ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. സ്റ്റേജ് പ്രോഗ്രാംസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം സ്റ്റേജ് പ്രോഗ്രാംസ് ധാരാളം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ സ്റ്റേജിൽ ഏറ്റവും അധികം എൻ്റെ ആ കാലിബറിലുള്ള ആൾക്കാരിൽ ഞാനാണ് തോന്നുന്നത് ഏറ്റവും അധികം പ്രോഗ്രാംസ് ചെയ്തത്. ഞാനത് വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. ഞാനാണെങ്കിൽ മൈക്ക് സ്റ്റാൻഡായിട്ട് ഇരിക്കുക ഇവിടെ. റിയാദ് ഇന്ത്യൻ മ്യൂസിക് ലവേഴ്സ് അസോസിയേഷൻ ഡ്രംലയുടെ 6ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന പുതുവെള്ളൈ മഴ എന്ന് പേരിട്ടിരിക്കുന്ന മ്യൂസിക്കൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് ഉണ്ണിമേനോൻ റിയാദിലെത്തിയത്. മെയ് 17 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് എക്സിറ്റ് 33-ലെ അൽമാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ നാട്ടിൽ നിന്നെത്തിയ കലാകാരന്മാരോടൊപ്പം റിയാദിലെയും കലാകാരന്മാരും അണിനിരക്കും. സൗദി എൻ്റർടൈൻമെൻ്റ് അതോറിറ്റിയുടെ പൂർണ്ണ അനുമതിയോടുകൂടി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണെങ്കിലും QR കോഡ് സ്കാൻ ചെയ്ത് മാത്രമേ ഓഡിറ്റോറിയത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. 6 മണി മുതൽ ഓഡിറ്റോറിയത്തിലേക്കുള്ള പ്രവേശനം തുടങ്ങുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി.
വാർത്താ സമ്മേളനത്തിൽ മുഖ്യ അതിഥി ഉണ്ണിമേനോൻ, റിംല പ്രസിഡന്റ് ബാബുരാജ്, പ്രോഗ്രാം കൺവീനർ സുരേഷ് ശങ്കർ, റിംല ജനറൽ സെക്രട്ടറി അൻസാർ ഷാ, ട്രഷറർ രാജൻ മാത്തൂർ, വൈസ് പ്രസിഡന്റ് നിഷ ബിനീഷ്, മീഡിയ കൺവീനർ ശരത് ജോഷി, ജോയിന്റ് സെക്രട്ടറി ശ്യാം സുന്ദർ എന്നിവർ പങ്കെടുത്തു. ജയൻ കൊടുങ്ങല്ലൂർ, മലയാളമിത്രം, റിയാദ്.